നടൻ മോഹൻലാലിന്റെ അമ്മ ശാന്തകുമാരിയുടെ സംസ്കാരം വൈകിട്ട് 4-ന് തിരുവനന്തപുരത്തെ മുടവൻമുകളിലെ വീട്ടുവളപ്പിൽ നടക്കും. മുടവൻമുകളിലെ വീട്ടിൽ പൊതുദർശനം തുടരുകയാണ്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും കുടുംബവും അന്ത്യോപചാരം അർപ്പിക്കാനെത്തി. സിനിമാ താരങ്ങൾ ഉൾപ്പെടെ നിരവധി പേരാണ് ശാന്തകുമാരി അമ്മയെ അവസാനമായി ഒരു നോക്ക് കാണാനെത്തുന്നത്. വിവരങ്ങൾ MS വീണയാണ് നൽകുന്നത്. വീണ, അല്പസമയം മുൻപ് കേന്ദ്രമന്ത്രിയും നടനുമായ സുരേഷ് ഗോപി എത്തുന്നതിൻ്റെ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടിരുന്നു. മോഹൻലാലിനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് നമ്മൾ പറയേണ്ടതില്ല. അദ്ദേഹത്തിൻ്റെ വ്യക്തിബന്ധങ്ങൾ, ഒപ്പം അദ്ദേഹത്തെ അറിയുന്നവർക്കെല്ലാം അമ്മയുമായും വലിയ അടുപ്പമുണ്ടായിരുന്നു. അപ്പോൾ സ്വാഭാവികമായും സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലെ പ്രമുഖ വ്യക്തിത്വങ്ങളുടെ ഒഴുക്കായിരിക്കുമല്ലോ ആ വീട്ടിലേക്ക്. തീർച്ചയായും ഗൗതം, സാമൂഹിക സാംസ്കാരിക സിനിമാ രംഗത്തെ നിരവധി പേരാണ് മോഹൻലാലിൻ്റെ ഈ ഒരു ദുഃഖത്തിൽ, ആ ഒരു വേർപാടിൻ്റെ ദുഃഖത്തിൽ കുടുംബത്തോടൊപ്പം ചേരുന്നത് എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം ഈ രോഗബാധിതയെ അമ്മ മരിച്ചു എന്ന് അറിഞ്ഞതിന് ശേഷം, ശാന്തകുമാരി അമ്മയുടെ വിടവാങ്ങൽ അറിഞ്ഞതിന് ശേഷം സമൂഹത്തിൻ്റെ വിവിധ തുറകളിൽ നിന്നുള്ളവർ കൊച്ചിയിലെ വീട്ടിലേക്ക് ഒഴുകിയെത്തുകയായിരുന്നു. രാവിലെ 5 മണിയോടുകൂടിയാണ് തിരുവനന്തപുരത്തെ മുടവൻമുകളിലെ ഹിൽവ്യൂ വീട്ടിൽ പൊതുദർശനം ആരംഭിച്ചത്. നമ്മൾ ഈ വീടിൻ്റെ പരിസരം നോക്കുകയാണെങ്കിൽ സമയം രാവിലെ 8:30 ആകുന്നതേ ഉള്ളൂ. എന്നാൽ വലിയ തരത്തിലുള്ള ജനങ്ങളാണ് ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. മോഹൻലാലിനോടൊപ്പം വിവിധ ഘട്ടങ്ങളിൽ പ്രവർത്തിച്ചവരാണ്, സഹപാഠികളുണ്ട്, സുഹൃത്തുക്കളുണ്ട്, ഒപ്പം തന്നെ സഹപ്രവർത്തകരായി വിവിധ സാഹചര്യങ്ങളിൽ ഒപ്പം പ്രവർത്തിച്ച അക്കത്തിൽ പങ്കുചേർന്ന് ഇവിടെ ഇരിക്കുന്ന സിനിമാ താരങ്ങളെയും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. രാവിലെ 5 മണിയോടുകൂടി എത്തിച്ചു. ആദ്യ മണിക്കൂറുകൾ തന്നെ തിരുവനന്തപുരത്തേക്ക് മൃതദേഹം ഇങ്ങോട്ടേക്ക് എത്തിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയ സാഹചര്യത്തിൽ തന്നെ സിനിമ അണിയറ പ്രവർത്തകർ അടക്കം നിരവധി പേരാണ് ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരുന്നത്. ഇപ്പോഴും ഇവിടേക്ക് വലിയൊരു ഒഴുക്കാണ് പൊതുദർശന ചടങ്ങിനായിട്ട് പങ്കെടുക്കാനായിട്ട് എത്തിക്കൊണ്ടിരിക്കുന്നത്. മരണവിവരം അറിഞ്ഞ് അദ്ദേഹത്തിൻ്റെ ദുഃഖത്തിൽ പങ്കുചേരുന്നവരെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വ്യക്തിബന്ധം കാത്തു സൂക്ഷിക്കുന്നതിൽ അദ്ദേഹം വളരെയധികം പ്രാധാന്യം നൽകുന്ന ആൾ കൂടിയാണ് നടൻ മോഹൻലാൽ. ഇപ്പോൾ അദ്ദേഹത്തിന് സഹപ്രവർത്തനൊപ്പം സിനിമയിൽ അഭിനയിച്ചിരുന്ന കൃഷ്ണകുമാർ ചേട്ടൻ കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. എങ്ങനെയാണ് ഈ ഒരു ദുഃഖത്തിൽ അമ്മയ്ക്കൊപ്പം അമ്മയ്ക്ക് പരിചയമുണ്ടല്ലോ? ഈ വീട്ടിൽ നേരത്തെ വരാനുണ്ടായ സാഹചര്യം തന്നെ അച്ഛൻ്റെ മരണമായിരുന്നു. അന്ന് വന്നു കഴിഞ്ഞ് അമ്മ കുറച്ച് നാളും കൂടെ ഈ വീട്ടിലായിരുന്നു. അത് കഴിഞ്ഞാണ് അമ്മ എറണാകുളത്തേക്ക് മാറുന്നത്. പക്ഷേ അമ്മയുമായിട്ടൊരു നല്ല സ്നേഹബന്ധമുണ്ട്. അതിനേക്കാൾ കൂടുതലായിട്ട് ഒരു ആത്മബന്ധമുള്ള ഒരു ജ്യേഷ്ഠ സഹോദരൻ്റെ അമ്മയുടെ മരണം എന്ന് പറയുന്നത് നികത്താനാവാത്ത ഒന്നാണ്. പക്ഷേ നമ്മുടെ വിധിയുടെ കാര്യം പോലെ പ്രായമായി അസുഖബാധിതയായിരുന്നു. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ അതിനൊക്കെ ഒരു കാലത്തിൻ്റേതായിട്ടുള്ള വിളികളുണ്ട്. അതിൽ സംഭവിച്ച ഒന്നാണ്. അമ്മയ്ക്ക് മോക്ഷപ്രാപ്തി ഉണ്ടാവട്ടെ. തീർച്ചയായും കൃഷ്ണപ്രസാദിൻ്റെ വാക്കുകൾ അങ്ങനെയാണ്. വ്യക്തിബന്ധം കാത്തു സൂക്ഷിക്കുന്നത് അദ്ദേഹത്തിനും പ്രാധാന്യം നൽകുന്ന കാര്യമാണ്. ഈ വീട്ടിൽ മുമ്പ് വരുമ്പോൾ, മോഹൻലാലിനോടൊപ്പം വരുമ്പോൾ അമ്മയുമായി സംസാരിച്ചിരുന്നു, അമ്മയുമായി അടുപ്പമുണ്ടായിരുന്നു. ഇവിടെ എത്തുന്ന ഒരുപാട് പേർക്ക് ആ നല്ല നല്ല ഓർമ്മകൾ പങ്കുവയ്ക്കാനേ ഉള്ളൂ. അമ്മയ്ക്കൊപ്പം ഇവിടെ വന്ന സമയത്ത് മോഹൻലാലുമായുള്ള സൗഹൃദത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വീട്ടിലേക്ക് വരുന്നത്. അമ്മയ്ക്കൊപ്പം സമയം ചിലവഴിക്കാനും അമ്മ പാകം ചെയ്ത ഭക്ഷണം കഴിക്കുവാനുമുള്ള അവസരം കിട്ടി എന്ന് പറയുന്നവരുമുണ്ട്. രോഗബാധിതയായി കഴിയുന്ന സാഹചര്യത്തിൽ പോലും അമ്മയെ സന്ദർശിക്കാൻ സുഹൃത്തുക്കൾ അടക്കം എത്തിയിരുന്നു. കൊച്ചിയിലായിരുന്നുവെങ്കിൽ പോലും തിരുവനന്തപുരത്ത് സൗഹൃദങ്ങൾ നിലനിർത്തി പോകുന്ന കാര്യത്തിലും അദ്ദേഹം പ്രാധാന്യം നൽകിയിരുന്നു. ഈ സിനിമാ തിരക്കുകൾക്കിടയിലും കുടുംബ ബന്ധത്തിനും വ്യക്തിബന്ധത്തിനുമൊക്കെ അദ്ദേഹം പ്രാധാന്യം നൽകിയിരുന്നു. ആ ദുഃഖം അറിഞ്ഞ് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനുണ്ടായ വേദനയിൽ പങ്കുചേരാൻ സിനിമ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരും ഭരണാധികാരികളും അടക്കം നിരവധി പേരെത്തുന്നുണ്ട്. സിനിമാ നടനും കേന്ദ്രമന്ത്രിയുമായ സുരേഷ് ഗോപിയും കുടുംബവും അല്പസമയങ്ങൾക്ക് മുമ്പാണ് വീട്ടിലേക്ക് എത്തിയത്. അവരടക്കം അകത്ത് അദ്ദേഹത്തിനോടൊപ്പം സമയം ചിലവഴിക്കാൻ, ആ ദുഃഖത്തിൽ പങ്കുചേരുകയാണ്, അദ്ദേഹത്തിനെ ആശ്വസിപ്പിക്കുകയാണ്. അമ്മയുമായി വളരെ അടുത്ത ആത്മബന്ധം സൂക്ഷിച്ചിരുന്നത് നമ്മൾ പല അഭിമുഖങ്ങളിലും മോഹൻലാലിൻ്റെ വാക്കുകളിൽ നിന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. കുട്ടിക്കാലം മുതൽ തന്നെ അമ്മയുമായി ഒപ്പമുണ്ടായിരുന്ന അനുഭവങ്ങൾ, ആ ഓർമ്മകളൊക്കെ അദ്ദേഹം പങ്കുവയ്ക്കുന്നത് കണ്ടിട്ടുണ്ട്. അമ്മ രോഗബാധിതയാണെന്ന് പറയുമ്പോഴും ആ രോഗവിവരങ്ങളെപ്പറ്റി പങ്കുവയ്ക്കുമ്പോഴും ഇടറുന്ന സ്വരത്തോടു കൂടിയാണ് അദ്ദേഹം അമ്മയ്ക്ക് അസുഖമാണ്, അത്തരം കാര്യങ്ങളൊക്കെ വൈകാരികമായി പ്രതികരിക്കുന്നതാണ്. ഈ വീട്ടിലാണ് അദ്ദേഹത്തിൻ്റെ പിതാവും സഹോദരനുമൊക്കെ അന്തി ഉറങ്ങുന്നത്. അപ്പോൾ അമ്മയ്ക്ക് ഇവിടെ അന്തി ഉറങ്ങണം എന്നുള്ളത് അമ്മയുടെ അവസാന ആഗ്രഹമായിരുന്നു. അമ്മയുടെ ആ ആഗ്രഹം സഫലീകരിക്കാനാണ് അദ്ദേഹം ഇങ്ങോട്ടേക്ക് തന്നെ എത്തിയിരിക്കുന്നത്, കുടുംബ വീട്ടിൽ തന്നെ എത്തിയിരിക്കുന്നത്. ഇപ്പോൾ അതിനായിട്ടുള്ള ഒരുക്കങ്ങളും ഒരു ഭാഗത്ത് പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്.
ശാന്തകുമാരി അമ്മയെ അവസാനമായി ഒരു നോക്ക് കാണാനായി നിരവധി പേരും സമൂഹത്തിൻ്റെ വിവിധ തുറകളിലുള്ളവരും എത്തുന്നുണ്ട്. നാട്ടുകാരുണ്ട്, ബന്ധുക്കളുണ്ട്. പല സാഹചര്യങ്ങളിൽ ഈ കുടുംബവുമായി അടുത്ത് ഇടപഴകി സഹകരിച്ച് പ്രവർത്തിച്ചിരുന്ന ഒരുപാട് പേരെത്തുന്നുണ്ട്. സിനിമാ രംഗത്തുള്ളവരുണ്ട്, സുഹൃത്തുക്കളുണ്ട്, സഹപാഠികളുണ്ട്, നാട്ടുകാരുണ്ട്. അത്തരത്തിൽ വലിയ തരത്തിലുള്ള തിരക്കാണ് നമുക്ക് ഈ ഒരു വീട്ടിൽ കാണാൻ സാധിക്കുന്നത്. അമ്മയ്ക്ക് അന്തിമോപചാരം അർപ്പിക്കുകയൊപ്പം തന്നെ അദ്ദേഹത്തിനുണ്ടായ ദുഃഖത്തിൽ അമ്മയുടെ വേർപാടിൽ കഴിയുന്ന അദ്ദേഹത്തിനെ ആശ്വസിപ്പിക്കാനായി എത്തുന്നവരെയും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ അമ്മയുടെ വിയോഗ വാർത്തയറിഞ്ഞ് തിരുവനന്തപുരത്തേക്ക് അമ്മയുടെ മൃതശരീരം ഇങ്ങോട്ടേക്ക് എത്തിക്കുന്നു എന്ന് മനസ്സിലാക്കി നിരവധി പേർ ഇന്നലെ രാത്രി മുതൽ തന്നെ ഇങ്ങോട്ടേക്കുണ്ട്. നമ്മൾ അദ്ദേഹത്തിൻ്റെ സിനിമകളിൽ തന്നെ നോക്കിയാൽ തീർച്ചയായും നമുക്ക് കാണാൻ സാധിക്കും. അദ്ദേഹം നടൻ മോഹൻലാലിൻ്റെ മാതാവ് ശാന്തകുമാരി അമ്മയുടെ മരണം ഇന്നലെയാണ് സംഭവിച്ചത്. 90 വയസ്സായിരുന്നു. ഇപ്പോൾ തിരുവനന്തപുരത്തെ വസതിയിലാണ് ഭൗതികദേഹം ഉള്ളത്. അവിടേക്ക് സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലെ പ്രമുഖരുടെയും ഒപ്പം സാധാരണക്കാരായ ധാരാളം ആളുകളും അവിടേക്ക് എത്തുന്നുണ്ട്. അല്പസമയം മുൻപ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി എത്തിയിരുന്നു. അതിൻ്റെ ദൃശ്യങ്ങൾ ആണ് പ്രേക്ഷകർ കണ്ടത്. വീണയാണ് വിവരങ്ങളുമായി ചേർന്നത്.